നല്ല ഒന്നാം തരം നാട്ട് മാങ്ങ നിങ്ങൾ കണ്ടോ. രണ്ട് നാട്ടു മാങ്ങയൊക്കെ റോഡിൽ നിന്ന് പെറുക്കി അടിച്ചു. വീട്ടുകാരൻ്റെ സമ്മതം ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അയിനിക്കാട് ഇരിങ്ങൽ ഭാഗത്തു നിന്നുള്ള ദേശീയപാതയിലെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ അയിനിക്കാട് ഇരിങ്ങൽ ഭാഗത്ത് ദേശീയപാതയിൽ വർക്ക് നടക്കുന്നത് സത്യത്തിൽ വടകരയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം വടകര നമ്മൾ എലിവേറ്റഡ് ഹൈവേ ഉണ്ട്, പുതിയ ബസ് സ്റ്റാൻഡ് ആ ഭാഗത്ത് വരുന്ന ആ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള ഗേഡറുകൾ, എക്സ്പാൻഡഡ് ബീമുകൾ നമ്മൾ 6 വരി പൂർത്തിയാക്കിയ ഒരു പ്രദേശത്ത് കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ ഈ ദേശീയപാതയുടെ പല ഭാഗങ്ങളും 6 വരി പയ്യോളി ഭാഗത്തേക്ക് അല്ലെങ്കിൽ കൊയിലാണ്ടി ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ വടകര ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ തുറന്നു കൊടുത്തിരുന്നു ദേശീയപാത. എന്നാലിപ്പോൾ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് ഇരു സൈഡിലെയും സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ക്ലോസ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇപ്പോൾ നമ്മുടെ ഗേഡറുകൾ, വടകരയുടെ എലിവേറ്റഡ് ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള ഗേഡറുകൾ, എക്സ്പാൻഡഡ് ബീമുകൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ്. വടകരയ്ക്ക് നമ്മൾ കാര്യമായിട്ടുള്ള വർക്ക് വടകരയിൽ കുറച്ച് ആണ് കാണുന്നതെങ്കിലും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നമുക്ക് വടകരയുടെ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോഴും സത്യം പറയാൻ നമ്മൾ ചിന്തിച്ചിട്ട് മനസ്സിലാവാത്തത് ഇത്രയും ഗേഡറുകൾ വടകരയിൽ എങ്ങനെ എത്തിക്കുമെന്നതാണ്. ഇപ്പോൾ ഇരിങ്ങൽ ആ ഒരു ഭാഗത്തുനിന്ന് ഏകദേശം 3 കിലോമീറ്ററിൻ്റെ മുകളിൽ എന്തായാലും വടകരയിലേക്കുണ്ട്. ആ വടകരയിലേക്ക് ഇത്രയും ഗേഡറുകൾ നമ്മളെ പുള്ളർ മെഷീൻ്റെ മുകളിൽ, ആക്സിലിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് വേണം വടകരയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. ആദ്യം നമ്മൾ ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഈ ഗേഡറുകൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതെന്ന് ഒരു എത്തുംപിടിയിലായിരുന്നു. കാരണം പയ്യോളി വരെ, തിക്കോടി വരെയുള്ള ഭാഗങ്ങളിൽ എവിടെയും ഫ്ലൈ ഓവർ വരുന്നില്ല. പിന്നെ അതേപോലെ അണ്ടർ പാസേജുകളൊക്കെ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജുകളാണ് വരുന്നത്. അപ്പോൾ പിന്നീടാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ഗേഡറുകളൊക്കെ വടകരയുടെ ദേശീയപാതയുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള ഗേഡറുകളാണ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അതേപോലെ നമ്മൾ ഇരിങ്ങൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ, ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസേജുണ്ട്. ആ അണ്ടർ പാസേജും ചെറിയ കുഞ്ഞ് ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ട ഒരുപാട് ഗേഡറുകൾ വാഗാട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും വടകരയിലേക്കുള്ള ഗേഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്. ഇനിയിപ്പോൾ ഈ ഗേഡറുകൾ കൂടി ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗേഡറുകൾ ഇവിടുന്ന് വടകരയിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് ഒച്ചിഴയുന്ന ഒരു സ്പീഡോട് കൂടിയിട്ടാണ് ഗേഡറുകൾ കൊണ്ടുപോകുക എന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അതുകൂടി വന്നു കഴിഞ്ഞാൽ വടകരക്കാരുടെ ട്രാഫിക് ബ്ലോക്ക് എത്രത്തോളം ഗുരുതരമായിരിക്കും നമ്മൾ ആലോചിച്ചാൽ മതി. സത്യത്തിൽ ഇനി ഇതൊക്കെ രാത്രി ലോഞ്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ രാത്രി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്തായാലും ഉള്ളത്. കാരണം പകൽ ഇതിലെ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കണമെന്നുള്ള ഒരു കാരണവശാലും ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് ട്രാഫിക് ബ്ലോക്കായിട്ട് മാറും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഓയിൽ മില്ലിലെ ആ ഒരു പ്രദേശത്ത് അപ്രോച്ച് റോഡിൻ്റെ വൺ സൈഡിലുള്ള ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൂലാട് ഭാഗത്ത് നിന്ന് വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ. അപ്രോച്ച് റോഡിൻ്റെ വൺ സൈഡിൽ കഴിഞ്ഞു, അടുത്ത സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ മണ്ണ് നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മളെ മാങ്ങൂൽപ്പാറ എന്നൊക്കെ പറയുന്നത് അതിനെ തൊട്ട് മുന്നേ ഓയിൽ മില്ല് കഴിഞ്ഞ പാടുള്ള പ്രദേശത്ത് നേരത്തെ ഇവിടെ മണ്ണില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാഗാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സർവീസ് റോഡ്, ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തി വരുമ്പോൾ 6 പാനലുകൾ അടിച്ചുകൊണ്ട് നല്ല രീതിയിൽ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അന്തിമഘട്ടമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ 6 പാനലുകളും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ വാളുകൾ സ്ഥാപിച്ചുകൊണ്ട് ലെവൽ ചെയ്തുകൊണ്ട് താറിയാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്. ഈ ഒരു പ്രദേശം നല്ല രീതിയിൽ ഹൈറ്റുള്ളൊരു പ്രദേശമാണ്, മാങ്ങൂൽപ്പാറയോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശം. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് നേരത്തെ വെട്ടി ചുരുക്കി താഴ്ത്താനുള്ള ശ്രമമൊക്കെ വാഗാട് നടത്തിയിരുന്നു. പക്ഷേ ശക്തമായ പാറയായതിനാൽ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് മൂരാട് പാലം എന്തായാലും ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് വടകരയിലേക്ക് പോകുമ്പോൾ വഴിയിലുള്ള നമ്മുടെ പഴയ മൂരാട് പാലത്തിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടുനോക്കാം. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി മണ്ണടിച്ച് ഉയർത്തിയതാണ്. ഈ കാണുന്ന 6 പാനലുകളൊക്കെ. അതേപോലെ തന്നെ നേരത്തെ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അണ്ടർ പാസേജിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഭാഗത്ത് താറിയുന്നതോടുകൂടി പിന്നീട് നമുക്ക് പയ്യോളി വരെയുള്ള ദേശീയപാത, വടകര മുതൽ പയ്യോളി വരെ നമ്മളെ പാലോളിപ്പാലം മുതൽ പയ്യോളി വരെ ദേശീയപാതയിൽ കാര്യമായ ബ്ലോക്കൊന്നുമില്ലാതെ ഈസിയായിട്ട് സഞ്ചരിക്കാൻ കഴിയും. വാഗാടൊന്ന് മനസ്സ് വെച്ചാൽ പെട്ടെന്ന് വർക്ക് കഴിയും. അപ്പോൾ നമ്മളെ പുതിയ മൂരാട് പാലവും
ഇനി അപ്പുറം ചെറിയ ഒരു മൂരാട് പാലം, പഴയ മൂരാട് പാലവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പഴയ മൂരാട് പാലം ഇങ്ങനെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഇങ്ങനെ അനിശ്ചിതമായി ആളും ആരവങ്ങളും ഇല്ലാതെ കാലിയായി കിടക്കുകയാണ്. ഒരു സമയത്ത് ഹോണടിച്ച് ബഹളമുണ്ടാക്കി ഓവർടേക്ക് ചെയ്ത് മത്സരിച്ച് ഓടിയിരുന്ന ആ പാലം ഇന്ന് ആർക്കും വേണ്ടാത്ത രീതിയിലേക്ക്, ആർക്കും വേണ്ടാതായിട്ടില്ല, എന്തായാലും ഇപ്പോൾ മത്സ്യബന്ധനത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പാലത്തിൽ ഇരുന്നു കൊണ്ടാണ് നങ്കൂസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പഴയ മൂരാട് പാലത്തു നിന്നുള്ള ഒരു കാഴ്ചയും കൂടിയാണ്. എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ട് ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നമ്മളിവിടെ ഒരു പുഴ മത്സ്യമൊക്കെ കിട്ടുന്നൊരു മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പുതിയ പാലം വന്നപ്പോൾ ആ മാർക്കറ്റും ഇപ്പം വലിയ രീതിയിൽ ആളും ബഹളമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാർക്കറ്റ് മാറിയ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പഴയ റെയിൽവേ ട്രാക്കും അതോടൊപ്പം തന്നെ പുതിയ റെയിൽവേ ട്രാക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മൂരാട് പാലത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ മനോഹരമായ ആകാശ കാഴ്ച. 3 ട്രാക്കാണ് ഇവിടെ. നമ്മൾ റെയിൽവേയോട് ചേർന്നിട്ടുള്ള 2 ട്രാക്ക് ഓൾറെഡി ഉണ്ട്. മൂന്നാമത്തെ പാലത്തിൻ്റെ മുകളിൽ റെയിൽവേ ട്രാക്ക് വരാനുള്ള വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ E5 എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് എടുത്തത്. അപ്പോൾ ഇതാണ് കാഴ്ച.